അബുദാബിയിലെ ഇപ്പോഴത്തെ കാഴ്ചകളാകട്ടെ ഇത്. റമദാൻ മാസത്തിൽ സന്ധ്യ കഴിഞ്ഞൊന്ന് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ റോഡുകളൊക്കെ കാണാൻ മനോഹരമാകട്ടോ. അതിലെ ഈ കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എല്ലാവർക്കും നിറം കഫേയിലേക്ക് സ്വാഗതം. ഒരു ഇഫ്താർ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നിറം കഫേ വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിറം കഫേയിൽ ഇന്നൊരു സ്പെഷ്യൽ സ്നാക്കാണ് കാണിക്കുന്നത്. ഇഫ്താറിനും അല്ലെങ്കിൽ ഈസ്റ്ററൊക്കെ വരുന്നു, എന്ത് ഫെസ്റ്റിവലും അല്ലെ എന്ത് പാർട്ടിയാണേലും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മീറ്റ് വേണമെങ്കിലും എടുക്കാം. ചിക്കൻ വേണമെങ്കിൽ എടുക്കാം, ബീഫ് എടുക്കാം, അല്ലെ നിങ്ങൾക്ക് ന്യൂട്ടെല്ല മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. കുറച്ച് പഫ് പേസ്ട്രിയും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. അതിലും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതൊരു ബിരിയാണി മസാലയാണ്, സ്പെഷ്യൽ മസാല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇത് നേരിടി. എന്നിട്ട് ഇങ്ങനെ അതിൽ നിന്ന് വെള്ളം കുറച്ച് ഇറക്കുമല്ലോ, ആ സമയത്ത് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോകണേ. അങ്ങനെ ബീഫ് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വെന്താൽ മതി. അങ്ങ് ഒരുപാട് ഇതായി പോവില്ല. അപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് നിൽക്കും ബീഫിൽ. അതിലുണ്ടായിരുന്ന വെള്ളം കൂടി ഞാൻ വറ്റിച്ചെടുത്തു. എന്നിട്ട് ഒന്നീ ചോപ്പറിൻ്റെ അകത്തോട്ട് ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ അടിച്ച് ക്രഷ് ചെയ്തെടുത്താലും മതി. നിങ്ങൾ കട്ട്ലറ്റിനൊക്കെ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ ചെയ്തോ. എന്നിട്ട് ഒരു തവ വെച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നീട് ഒരു സവാള, എരിവിനുള്ള കുറച്ച് പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇച്ചിരിയേ ഉള്ളൂ, ചെറിയ ക്വാണ്ടിറ്റി അല്ലേ. 250 ഗ്രാം ബീഫ് തന്നെ എടുത്തിട്ടുള്ളൂ. അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കുറച്ചിട്ടാൽ മതി കേട്ടോ, എരിവിനുള്ളത്. ഇനിയിപ്പം മഞ്ഞളൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ വേവിച്ചപ്പോൾ എല്ലാം ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബീഫ് വേണ്ട, ചിക്കൻ മതിയെങ്കിൽ ചിക്കൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിള്ളേരെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ ന്യൂട്ടെല്ല വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എളുപ്പം വെറുതെ പഫ് പേസ്റ്റ് അങ്ങോട്ട് വെച്ചിട്ട് ന്യൂട്ടെല്ല ചെയ്ത് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുത്താൽ മതി. എന്ത് എളുപ്പമല്ലേ, അടിപൊളി സാധനമല്ലേ. നമ്മൾ ഈ ബീഫ് സോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നല്ല പോലെ പോണേ. നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റാവൂ. ഏറ്റവും അവസാനം ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇച്ചിരി ബീഫ് വല്ലതും ഇങ്ങനെ മിൻസ് ചെയ്ത് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഞാൻ പഫ് പേസ്ട്രി എടുത്തത്, ചെറുതാണ് എടുത്തത്. നമുക്ക് ചെറുത് വെച്ച് ചെയ്യാം, വലുത് മേടിച്ച് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ആവശ്യത്തിനുള്ളത് ചെറുത് നമുക്ക് വെച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. കുറച്ച് ഗ്രേറ്റഡ് ചീസും എടുത്തു, എനിക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം. എന്നിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഞാൻ അതിനകത്തൊട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പഫ് പേസ്ട്രി നമ്മളൊരു 20 മിനിറ്റ്സ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കണേ. ഒത്തിരി തണുപ്പ് ആവല്ലേ, അന്ന് ഒത്തിരി തണുപ്പ് പോവുകയും ചെയ്യില്ലേ. തണുപ്പ് ഒത്തിരി പോയാലും നമുക്ക് ആ മാർബിളിൽ നിന്ന് എടുക്കാനായിട്ട് പാടാണ്. ആദ്യം ഞാൻ ഒരു 2 പീസ് മാത്രം എടുത്തിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് അതിലോട്ട് ബീഫ് ഞാൻ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ബീഫിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കുക, എങ്ങനെ വേണേലും. ഞാനിപ്പോൾ ആദ്യം ബീഫ് വെച്ചു, അതിൻ്റെ മുകളിലോട്ടാണ് ചീസ് വെച്ചത്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഒരു 16 പീസ് കിട്ടും. ഞാൻ 8 ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ബീഫും ചീസും വെച്ചതിൻ്റെ പുറത്തോട്ട് മറ്റ് പഫ് പേസ്റ്റും കൂടെ വെച്ചു. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അതൊന്ന് പരത്തണം. നമ്മൾ പരത്തുമ്പം ഇപ്പം തന്നെ ഒരു ചെറിയ പൊട്ടൽ വന്നു, അത് കുഴപ്പമില്ല കേട്ടോ. അതാ പറഞ്ഞത്, തണുപ്പ് കൂടിപ്പോയാലും പ്രശ്നമാണ്, തണുപ്പ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. പഫ് പേസ്റ്റ് ഏകദേശം ഒന്ന് നോക്കി കണ്ടതങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തുക. അത് കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ സാരമില്ല, നമ്മളങ്ങ് പ്രസ് ചെയ്ത് അകത്തോട്ടങ്ങ് കയറ്റി വെച്ചാൽ മതി. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിക്കാം. നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് മുറിക്കാം കേട്ടോ. ഞാൻ ഇതിനെ 4ആയിട്ടാണ് മുറിക്കുന്നത്. ഈ 2 പഫ് പേസ്ട്രിക്ക് നമുക്ക് 4 ട്വിസ്റ്റുകൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മളത് പയ്യെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. അത് ഒന്ന് ചെയ്ത് മാത്രം വയ്ക്കില്ല,
അത് അപ്പോൾ നമ്മൾ ബേക്കായി വരുമ്പോഴത്തേക്ക് അതിങ്ങനെ തുറന്നും പൊട്ടിയൊക്കെ പോകും. ഒന്ന് ചെയ്തു, ഒന്നുകൂടി ചെയ്യുക, പിന്നെ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊരു പരുവത്തിനാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഇത്രയും വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് രണ്ടാക്കി വയ്ക്കാം കേട്ടോ. നടുക്കൂടെ മുറിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ രണ്ടറ്റം ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാൻ നോക്കണം, അല്ലാതെ ഓപ്പണായി പോവും ബേക്കാവുന്നത്. എനിക്ക് ഈ വലിപ്പം കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചത്. ആ ബീഫ് ഒന്ന് വേവിച്ച് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പണികളെല്ലാം ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എത്ര തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അഥവാ നിങ്ങളിത് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓവനിലോട്ട് വെച്ച് ഒന്നുകൂടി വേണം ചൂടാക്കാം. അപ്പം വീണ്ടും ഒന്നുകൂടി ക്രിസ്പിയാവും. അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് ഒന്നുകൂടെ ചൂടാക്കാം. അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾ പപ്സ് മേടിച്ചിട്ട് എങ്ങനെ ചൂടാക്കുന്നോ അങ്ങനെ ചൂടാക്കുക. മൈക്രോവേവ് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അതങ്ങ് സോഫ്റ്റായി പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓവൻ പോലുള്ളതിൽ വെച്ച് ചൂടാക്കുന്നതാണ് ബെസ്റ്റ്. ഞാനിപ്പോൾ 8 ഉണ്ടാക്കിയുള്ളൂ. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ബീഫിനൊക്കെ ഏകദേശം ഒരു 16 പീസ് ഉണ്ടാക്കും. അതൊന്നുകൂടി നടുക്കൂട് മുറിച്ച് കഴിഞ്ഞാൽ 32 പീസോളം അന്നേരം കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒന്ന് ക്വാണ്ടിറ്റി എത്ര കിട്ടും എന്നുള്ളത് പറഞ്ഞതേ ഉള്ളേ. ഓരോ പീസും എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് വിട്ടുപോരും. ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ട്രെയിലോട്ട് അങ്ങനെ ഓരോന്നും വെച്ചു. ഇനിയിപ്പം പയ്യെ ബേക്ക് ചെയ്യാൻ പോകണം. അതിന് മുന്നേ നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് എഗ്ഗ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇത്രയും ബീഫ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണേൽ ചീസ് ഓംലെറ്റ്, ബീഫ് ചീസ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ആ ഇതിൻ്റെ മുകളിൽ ഒന്ന് എഗ് വാഷ് ചെയ്യാം. ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എഗ് വാഷ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വെള്ള എള്ള അല്ലെ കറുത്ത എള്ളോ, ഞാൻ വെള്ള ഇട്ടേക്കുന്നത്. അതിന് വേണ്ടി മേടിക്കൊന്നും വേണ്ട, ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളേ. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യുക. ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണേ. ഏകദേശം ഒരു 20 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ ബേക്കിംഗ് ടൈം. 25 വരെ മാക്സിമം പോവും. എനിക്കൊരു 20യുടെയൊക്കെ ആവശ്യമുള്ളൂ. അതിൻ്റെ ആ ഒരു ക്രിസ്പി ആവുന്നത് നോക്കി നമ്മൾ അങ്ങ് എടുക്കുക. ഒരു 20 മുതൽ അല്ല 25 മിനിറ്റ്സ് വരെ അത്രയൊക്കെ എടുക്കത്തുള്ളൂ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം ഇത് സെറ്റായി. എന്നാലും ഞാനൊരു 5 മിനിറ്റ് കൂടെ ഓവൻ തുറന്ന് വെച്ചിട്ട്, ഓവനൊക്കെ ഓഫാട്ടോ, വെറുതെ ഒന്ന് വെച്ചു ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ എന്നോർത്തോണ്ടേ. നല്ല ചൂടോട് വിളമ്പേ. ചൂടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വിളമ്പിയാൽ നല്ലതാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.